എനിക്കൊരു ഫൈൻ അടച്ചിട്ടതാണ് 10 ലക്ഷം രൂപ. കണ്ടു കഴിഞ്ഞപ്പോ കിളി പോയി. ജർമ്മനിയിൽ 10,000 യൂറോ. നിങ്ങൾ ജർമ്മനിയിലുള്ള ഒരാളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോ. ഒരു 3-4 വർഷം മുൻപാണ് ഞാനൊരു പാർട്ട് ടൈം ജോലിക്ക് പോയതാണ്. ആ എംപ്ലോയർ എനിക്ക് നല്ലൊരു അക്കോമഡേഷൻ, ഫുഡ്, ജോലി എല്ലാം പ്രൊവൈഡ് ചെയ്തു. ആ ജോലി കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് നിർത്തി വേറെ സ്ഥലത്തേക്ക് മാറി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലെറ്റർ വന്നേക്കാണ്, ഇൻഷുറൻസ് ക്യാൻസൽ ആയിട്ടില്ല, അതിന്റെ ഇത്ര നാൾ അടയ്ക്കാഞ്ഞിട്ട് ഫൈനായിട്ടും എല്ലാം കൂടി ഒരു 10 ലക്ഷം രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞു. 10,000 യൂറോ അടയ്ക്കണം എന്ന് പറഞ്ഞു. അത് എനിക്ക് അന്ന് എംപ്ലോയർ ആയിരുന്നു പാർട്ട് ടൈം ആ ഒരു ഇൻഷുറൻസ് എടുത്തു തന്നത്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് ജോലി കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസ് ഒക്കെ ക്യാൻസൽ ആക്കി പേടിക്കേണ്ട, ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞത്. പക്ഷെ അത് റിട്ടേൺ ആയിട്ട് നമ്മൾ എഴുതി കൊടുക്കണമായിരുന്നു. ആ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് വന്ന ഫൈനാണ് 10 ലക്ഷം രൂപ. ഞാൻ അവരെ കുറേ കോൺടാക്ട് ചെയ്തു, കോടതിയിലേക്ക് കേസ് പോയി. കോടതിയിൽ നിന്ന് പിന്നെ ലെറ്റർ വന്നത് ഇങ്ങനെയാണ്, നിന്റെ വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ ജപ്തി ചെയ്ത് പോകുന്നു പറഞ്ഞു. പല പ്രാവശ്യം വിളിച്ച് റെഡിയാക്കാൻ നോക്കി, ഒന്നും സെറ്റായില്ല. ഞാൻ പറഞ്ഞു വന്ന് ജപ്തി ചെയ്തോളം പറഞ്ഞു. വേറെ ഒന്നുമില്ല, നമ്മൾ അവിടെ നിന്ന് പോകുന്നല്ലോ. പിന്നെ ജപ്തി ചെയ്യാൻ വന്നപ്പോൾ ഞാൻ അവിടെ ഇല്ല. എംപ്ലോയർ പറഞ്ഞു അവനൊക്കെ നേരത്തെ പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് എംപ്ലോയറും പറഞ്ഞു പുള്ളിയുടെ പ്രശ്നമായിരുന്നു, പുള്ളി എടുത്തു കൊടുത്താണ് ഇൻഷുറൻസ്, പുള്ളി എന്നെ ക്യാൻസൽ ചെയ്തു എന്ന് പറയുകയും ചെയ്തു ഇവൻ്റെ അടുത്ത്. അതുകൊണ്ട് അവൻ പിന്നെ നോക്കിയില്ല, പുള്ളിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാനും വിളിച്ച് കുറേ സംസാരിച്ചു, എൻ്റെ പ്രശ്നമല്ല, എംപ്ലോയർ അങ്ങനെ എടുത്തു തന്നു, ആൾ എന്നെ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്കത്, പിന്നെ ഞാൻ അത് നോക്കാണ്ടിരുന്നു പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് ആ കോടതിയിൽ നിന്ന് ആ കേസ് തന്നെ ഇല്ലാണ്ട് പോയത്. പറഞ്ഞത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ ജർമ്മനിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഏത് ഇൻഷുറൻസ് എടുത്താലും ചില ഇൻഷുറൻസുകൾക്ക് നിങ്ങൾ അല്ലെങ്കിൽ വേറെ ഇൻഷുറൻസിലേക്ക് മാറുമ്പോഴായാലും റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കുക ക്യാൻസലേഷൻ. ചില ഇൻഷുറൻസുകൾ അങ്ങനെ തന്നെ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഫൈൻ അടച്ചിട്ടും. പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു, ജർമ്മനിലുള്ളവരായാലും ജർമ്മനിലേക്ക് വരാനിരിക്കുന്നവരായാലും.